നാരായണ 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 നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ധന്യാത്മാക്കളെ, എല്ലാവർക്കും സാദര നമസ്കാരം. ശ്രീധരീയം ഭാഗവത പഠന സത്രം, ഭാഗവത പാഠം 14, ശ്രീമദ് ഭാഗവത മാഹാത്മ്യം 1-ാം അധ്യായം. ശ്ലോകങ്ങൾ 28, 29. നാരദ ഉവാച അഹം തു പൃഥിവീം യാതോ ജ്ഞാത്വാ സർവോത്തമാമിതി പുഷ്കരം ച പ്രയാഗം ച കാശീം ഗോദാവരീം തഥാ. നാരദ ഉവാച അഹം തു പൃഥിവീം യാതോ ജ്ഞാത്വാ സർവോത്തമാമിതി പുഷ്കരം ച പ്രയാഗം ച കാശീം ഗോദാവരീം തഥാ. ഹരിക്ഷേത്രം കുരുക്ഷേത്രം ശ്രീരംഗം സേതുബന്ധനം ഏവമാദിഷു തീർത്ഥേഷു ഭ്രമമാണ ഇതസ്തതാ. ഹരിക്ഷേത്രം കുരുക്ഷേത്രം ശ്രീരംഗം സേതുബന്ധനം ഏവമാദിഷു തീർത്ഥേഷു ഭ്രമമാണ ഇതസ്തതാ. ഈ 2 ശ്ലോകങ്ങളുടെ പദങ്ങള്, പദാർത്ഥം, അന്വയം, ഭാവാർത്ഥം ഇവ നമുക്ക് ശ്രദ്ധയോടുകൂടി പഠിക്കാം. നാരദ ഉവാച, നാരദൻ പറഞ്ഞു, അഹം തു പൃഥിവീം യാതോ ജ്ഞാത്വാ സർവോത്തമാമിതി പുഷ്കരം ച പ്രയാഗം ച കാശീം ഗോദാവരീം തഥാ. ഹരിക്ഷേത്രം കുരുക്ഷേത്രം ശ്രീരംഗം സേതുബന്ധനം ഏവമാദിഷു തീർത്ഥേഷു ഭ്രമമാണ ഇതസ്തതാ. നാരദ മഹർഷി പറഞ്ഞു എന്നാണ് ഇവിടെ. ഇത് വളരെ ലളിതമായിട്ടുള്ളതാണ്. കുറെ പേരുകളാണ്, സ്ഥലങ്ങളുടെയൊക്കെ പേരുകളാണ്. വളരെ ലളിതമായിട്ടുള്ളതാണ്. അർത്ഥം അറിയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അഹം തു പൃഥിവീം യാതോ ജ്ഞാത്വാ സർവോത്തമാമിതി. ഭൂലോകം മറ്റുള്ള ലോകങ്ങളിൽ വെച്ച് ഉത്തമ ലോകമെന്നുള്ള വിചാരത്തോടുകൂടെ ഞാൻ ഭൂമിയിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? നാരദ മഹർഷി ഭൂമിയിലെല്ലാം അധികം ഉണ്ടാവുന്നത്. ലോകം മുഴുവനും ചുറ്റുന്ന ആളാണ്. ഈ ഒരു ലോകമല്ല, പിന്നെ അനേകം ലോകങ്ങളുണ്ട്.
അതിലൊന്നാണ് ഭൂമി. സ്വർഗത്തിൽ പോകും, ദേവ സദസ്സിലേക്ക് പോകും, സാക്ഷാൽ ദേവേന്ദ്രനെ കാണും, മറ്റു ദേവന്മാരെ കാണും. വൈകുണ്ഠലോകത്തിൽ ഇടക്കിടക്ക് നാരായണ നാരായണ ശിവരാമ ഗോവിന്ദ നാരായണ മഹാദേവ ഗോവിന്ദ രാമ ശിവ ശിവരാമ ഗോവിന്ദ മഹാദേവ ഗോവിന്ദ നാരായണ രാമ ശിവ, ഇങ്ങനെ താനേ മുഴങ്ങുകയാണ്. നമ്മൾ പറഞ്ഞതുപോലെ മുൻപൊരിക്കലും പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ആ നാരായണ കീർത്തനത്തിന്റെ മഹത്വം തന്നെ നാരദ മഹർഷിയെ നമ്മൾക്ക് ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തുന്നതാണ്. നാരദ വീണയിലിന്നും ഒഴുകുന്ന നാലക്ഷരമാണി നാരായണ, ഭക്തിയാം സിന്ധുവിൽ മധ്യേ വിടന്നൊരു സച്ചിന്മലരാണി നാരായണ, അത്തലിൽ ഗോപികൾ തപ്പിയെടുത്തൊരു ഉത്തമമുത്താണി നാരായണ. നാരദ മഹർഷിയെ പരിചയപ്പെടുത്താൻ വേണ്ടി ഇതിൽ അധികം കേമായിട്ടുള്ള ലളിതമായിട്ടുള്ള ഭാഷയിലുള്ള വരികളില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. മഹതി എന്ന വീണയിൽ നിന്നും താനേ മുഴങ്ങുന്നതാണ് സപ്തസ്വരങ്ങൾ. അത് കേൾക്കുന്നവർക്ക് നാരായണ ശബ്ദമായിട്ട് അങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും. നാരദരെ കുറിച്ച് പിന്നീട് നമുക്ക് പഠിക്കാം. ഈ കീർത്തനങ്ങൾ ആവശ്യമുള്ളവർക്ക് ആ ഭാഗവതം, പരിഗമന ഭാഗവതം എന്ന ആ യൂട്യൂബ് ചാനലിൽ നിന്നും ഞാനത് കീർത്തനങ്ങൾ മുഴുവനും ചൊല്ലിയിട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ലിങ്ക് വേണമെങ്കിൽ അയച്ചു തരാം. കാരണം അത്രയും ശ്രേഷ്ഠമാണ്. അതൊക്കെ നിത്യേന പാടുന്ന സമയത്ത് ഹൃദയത്തിന് ഒരാനന്ദം അനുഭവിക്കാൻ സാധിക്കും. ഈ നാരദ മഹർഷി ലോകം മുഴുവനും അങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ ചില ദക്ഷശാപത്തിന്റെ ഫലമായിട്ടോ ഉലകം ചുറ്റും നിനക്കെങ്ങും സ്ഥാനം കിട്ടാതെയായി വരും എന്നൊക്കെ ഒരു ശാപമൊക്കെ ബന്ധപ്പെട്ടാണ്. അങ്ങനെ ദേവഋഷിയായ നാരദ മഹർഷി ലോകം മുഴുവൻ അങ്ങനെ ചുറ്റി സഞ്ചരിക്കുന്നു. എപ്പോഴാണ്? കലിയുഗത്തിന്റെ ആരംഭത്തിൽ. കലിയുഗം ആരംഭിച്ചു, കലി പ്രവേശിച്ചു ഈ ലോകത്തിൽ. അതേക്കുറിച്ചും പിന്നീട് വിസ്തരിക്കാം. അങ്ങനെ പലയിടത്തും സഞ്ചരിച്ച നാരദ മഹർഷി ഭൂലോകത്തേക്ക് എത്തിച്ചേർന്നു. കാരണം എല്ലായിടത്തും കലിബാധ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഭൂലോകത്തിൽ കലിബാധ എങ്ങനെയാണ് ഉള്ളത് എന്ന് നോക്കാൻ വേണ്ടിയിട്ടല്ല ഇദ്ദേഹം ഭൂമിയിലേക്ക് വന്നു. എന്തുകൊണ്ടാ വന്നത്? ഉത്തമമായിട്ടുള്ളതാണ്. നമ്മുടെ ജ്ഞാനപ്പാനയില് അദ്ദേഹം പറയും, പൂന്താന തിരുമേനി പറയും, വിശ്വനാഥന്റെ മൂലപ്രകൃതി താൻ പ്രത്യക്ഷേണ വിളങ്ങുന്നു ഭൂമിയായി. വിശ്വനാഥന്റെ ആ മൂലപ്രകൃതി തന്നെയാണ് ആധാരശക്തിയായിട്ട് സകലത്തിനും ചൈതന്യമായിട്ട് ആധാരമായിട്ട് പരിലസിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി. ആ ഭൂമി ദേവിയായിട്ടാണ് നമ്മൾ സങ്കല്പിക്കാറുള്ളത്. അപ്പോ 14 ലോകങ്ങളിലും വെച്ചിട്ട് ഉത്തമമായിട്ടുള്ളതാണ്. ഉത്തമം ഈ ഭൂഖണ്ഡം, നമ്മുടെ ഭൂമിയാണ്. 14 ലോകങ്ങളിലും വെച്ചിട്ട് ശ്രേഷ്ഠം ഏതാണ്? ഭൂമിയാണ്. 14 വെച്ച് ഭൂമി ശ്രേഷ്ഠം. ആ ഭൂമിയില് 7 വൻകരകളുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ജംബൂദ്വീപമാണ്. ജംബൂദ്വീപം എന്ന് പറയുന്നത് ഏഷ്യ വൻകരയാണ്. ഇന്നത്തെ ഏഷ്യയാണ് പണ്ട് ജംബൂദ്വീപ് എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് ചോദ്യങ്ങൾ അടുത്ത ആഴ്ച മുതൽ ചോദ്യം വരും. ഡിസംബർ 10 മുതൽ പ്രശ്നോത്തരി ഉണ്ടാകും. നമ്മൾ അതിലും കൂടി പാസ്സാകേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ 7 വൻകരകളാണ് ലോകത്തിലുള്ളത്. അതിലേറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വൻകരയായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഏഷ്യ വൻകര. അന്ന് പേര് ജംബൂദ്വീപ്. 1,00,000 യോജന വിസ്തൃതിയാണ് അതിനുള്ളത്. അങ്ങനെയുള്ള ഈ ജംബൂദ്വീപിനെ 9 ഖണ്ഡങ്ങളാക്കിയിരുന്നു. ഖണ്ഡം എന്ന് പറഞ്ഞാൽ കഷ്ണമല്ല, 9 രാജ്യങ്ങൾ എന്നാണ് അർത്ഥം. വലിയ ഭൂവിഭാഗങ്ങളാക്കിയിരുന്നു. അത് നവഖണ്ഡങ്ങള്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ഭാരത ഭൂഖണ്ഡം. ഇങ്ങനെയാണ് നമ്മുടെ കണക്ക്. അപ്പോൾ ഭൂമി ശ്രേഷ്ഠം, അതിലുള്ള 7 വൻകരകൾ ശ്രേഷ്ഠം. അതിലുള്ള 7 വൻകരകളിൽ ശ്രേഷ്ഠമായിട്ടുള്ള ഈ ജംബൂദ്വീപില്
ഏറ്റവും വലിയ വൻകരയില് ഏറ്റവും വലിയ വൻകര ഏഷ്യ വൻകരയാണ്, ജംബൂദ്വീപാണ്. അതിലുള്ള രാജ്യങ്ങളെ കുറിച്ചും മനസ്സിലാക്കുക. ഇങ്ങനെ നോക്കുമ്പോൾ ഭൂമിയാണ് ഏറ്റവും ശ്രേഷ്ഠം എന്നുള്ളത് കൊണ്ട് നാരദ മഹർഷി ഭൂമിയിൽ അങ്ങനെ ചുറ്റി സഞ്ചരിക്കുകയാണ്. നാരായണ 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 ഇങ്ങനെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട്, മഹത്തായിട്ടുള്ള നാരായണ നാമം ജപിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. അങ്ങനെ അദ്ദേഹം സഞ്ചരിച്ചു. മഹാനുഭാവനായ അദ്ദേഹം സഞ്ചരിച്ചു, ഭൂമിയിൽ പ്രവേശിച്ചു, പലയിടത്തും സഞ്ചരിച്ചു. ആ സഞ്ചരിച്ച പുണ്യസംഖ്യ സർവോത്തമമാം ഇതി പുഷ്കരം. സഞ്ചരിച്ച സ്ഥലങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നാരദ മഹർഷി എവിടെയൊക്കെയാണ് സഞ്ചരിച്ചത് ചോദ്യമാണ്. പുഷ്കരം ച എന്ന് പറഞ്ഞാൽ ഇവിടെ പുഷ്കരവും പ്രയാഗവും കാശിയും പറയുന്നില്ല. നമ്മൾ ച എന്ന് പറഞ്ഞാൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. പുഷ്കരം ജ പ്രയാഗം ജ കാശീം ഗോദാവരീം തഥാ ഹരിക്ഷേത്രം കുരുക്ഷേത്രം ശ്രീരംഗം സേതുബന്ധനം ഏവമാദിഷു തീർത്ഥേഷു ഭ്രമമാണ ഇതസ്ഥതഃ. കേട്ടിട്ടില്ലേ മന്ത്രം ജപിക്കുന്നത്? അതുപോലെയാണ് പുഷ്കരം എന്നു പേരായിട്ടുള്ള ദ്വീപിലേക്ക് ചെന്നു. പുഷ്കരം പുണ്യ ആ സങ്കേതത്തിലേക്ക് ചെന്നു. പ്രയാഗത്ത്, ഇതൊക്കെ തീർത്ഥങ്ങളാണ് കേട്ടോ. പുഷ്കര തീർത്ഥം, പ്രയാഗ തീർത്ഥം, അവിടെയൊക്കെ ചെല്ലുന്നു. പ്രയാഗ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. കാശി തീർത്ഥം ചെന്നു, അവിടെ ചെന്നു. പിന്നീട് ഗോദാവരി, പിന്നീട് ഹരിക്ഷേത്രം, പിന്നീട് കുരുക്ഷേത്രം, പിന്നീട് ശ്രീരംഗം കഴിഞ്ഞിട്ട് രാമസേതു അറിയാലോ. ശ്രീരാമചന്ദ്രസ്വാമി സേതുബന്ധനം ചെയ്ത് ആ സേതുബന്ധനത്തിന് തൊട്ട് മുമ്പായിട്ട് പ്രാർത്ഥിച്ച പുണ്യസങ്കേതം. അവിടെയാണ് സാക്ഷാൽ രാമന്റെ ഈശ്വരൻ, ശ്രീരാമന്റെ ഈശ്വരൻ ആരാണത്? സാക്ഷാൽ ശ്രീ പരമേശ്വരനാണ് ശ്രീരാമന്റെ ഈശ്വരനായിട്ട് ഗുരുവായിട്ട് ഇവിടെ സങ്കല്പിച്ച് പ്രതിഷ്ഠ നടത്തിയത്. അതാണ് രാമേശ്വരം എന്ന പേര് വരാൻ കാരണം. രാമന്റെ ഈശ്വരൻ വലിയ ശിവലിംഗ പ്രതിഷ്ഠ നടത്തി അവിടെ കടൽ തീരത്ത് തെക്ക് ഭാഗത്ത്. അതാണ് രാമേശ്വരം. 12 ജ്യോതിർലിംഗങ്ങളിൽ 12 ജ്യോതിർലിംഗങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് എവിടെയുള്ളത്? അങ്ങ് തെക്കേ ഭാരതത്തിന്റെ തെക്കേ അറ്റത്തുള്ള ജ്യോതിർലിംഗമാണ് ഏത്? ആ രാമേശ്വരം എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമാണ്. മനുഷ്യ ജീവിതത്തില് രാമേശ്വരത്ത് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ അവിടെ വന്നിട്ട് ബലരാമസ്വാമി പോലും പണ്ട് കാലത്ത് തീർത്ഥാടനത്തിന് വന്നിട്ട് രാമേശ്വരത്ത് ചെന്നു. പിന്നീട് കന്യാകുമാരി ദേവിയെ വരെ വണങ്ങിയിട്ട് പോയ കഥ നമുക്ക് ഭാഗവതത്തിൽ പറഞ്ഞു തരുന്നു. ക്ഷേത്രങ്ങളിൽ പോകുന്നത് ശ്രേഷ്ഠമാണ്. പരിശുദ്ധി ഉണ്ടാക്കുവാൻ വിശേഷമാണ്. പരിശുദ്ധിയോട് കൂടിയിട്ടേ തീർത്ഥാടനം ചെയ്യാറുള്ളൂ. വ്രതങ്ങൾ നമുക്ക് വളരെ അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ ഒരു കഷായം മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ പോലും വ്രതശുദ്ധിയോടുകൂടി ചെയ്യണം എന്നാണ് പണ്ടുള്ള നമ്മുടെ ആചാര്യന്മാര് പറഞ്ഞിട്ടുള്ളത്. ആയുർവേദ ചികിത്സയിലൊക്കെ അതൊക്കെ ഈശ്വര അർപ്പണമായിട്ട് ധന്വന്തരി മൂർത്തിയെ പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കാറുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ മന്ത്രങ്ങളൊക്കെ നമുക്ക് വേണ്ടതുപോലെ ഉള്ളിൽ പ്രകാശിക്കണമെങ്കിൽ പരിശുദ്ധി വേണം. വിഡ്ഢികളല്ല നമ്മുടെ ആചാര്യന്മാര്, അവര് പരിശുദ്ധിയോടുകൂടിയിട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാവിലെ ചൊല്ലേണ്ട മന്ത്രങ്ങൾ രാവിലെ ചൊല്ലണം. വെറും വയറ്റിന് കഴിക്കേണ്ടുന്ന കഷായം വെറും വയറ്റിന് കഴിക്കണം. അതുപോലെ രാവിലെ നേരത്തെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ജപിക്കേണ്ടുന്ന ചില മന്ത്രങ്ങളുണ്ട്. അതിനൊക്കെ അത്യധികം ശക്തിയാണ്. അപ്പോൾ സമയം, പിന്നെ പരിശുദ്ധി, ആഹാരത്തിന്റെ ശുദ്ധി, അതുപോലെ നമ്മൾ അന്യ മലിന വസ്തുക്കൾ തൊടാതെ ഒക്കെ ഉള്ളത്, ശരീരം മലിനമാകാതെ കണ്ടുള്ളത്, അങ്ങനെ വളരെ ചിട്ടയോട് കൂടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്ന് ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ എല്ലായിടത്തും സഞ്ചരിച്ചു നാരദ മഹർഷി എന്ന് പറഞ്ഞുകൊടുത്തു. പക്ഷെ ഇനി അടുത്ത ശ്ലോകം കൂടി ഇതിനോടനുബന്ധമാണ് ശരിക്കും. പക്ഷെ നമ്മൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് രണ്ട് ശ്ലോകങ്ങൾ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നത്. വേണമെങ്കിൽ നമുക്ക് ചില സന്ദർഭത്തിൽ 3 ശ്ലോകങ്ങളൊക്കെ ഞാൻ പഠിപ്പിക്കും. അടുത്തത് നമ്മൾ ചിലപ്പോൾ 3 ശ്ലോകങ്ങളൊക്കെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുമോ നോക്കാം. പക്ഷെ ഇതിന്റെ അർത്ഥം പഠിക്കാൻ പറ്റില്ല അപ്പോൾ കൂടുതലായാൽ. ഏതായാലും ശ്രദ്ധിക്കുക. അങ്ങനെ നാരദ മഹർഷി പുണ്യസങ്കേതങ്ങളിലൊക്കെ സഞ്ചരിച്ച് അങ്ങനെ വരികയാണ് ഭൂമിയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പലയിടത്തും സഞ്ചരിച്ചപ്പോൾ നാരദ മഹർഷിക്കുണ്ടായത് ഒരു മനസ്സിന് എവിടെയും സന്തോഷം കണ്ടില്ല.
കാരണം ഇന്ന് ഈ ലോകത്തിന്റെ അവസ്ഥ, കലിയുഗത്തിലെ ലോകത്തിന്റെ പണ്ടത്തെ അവസ്ഥയാണ് നാരദ മഹർഷി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാകുന്നില്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല. ഭഗവാൻ ഗീതയിൽ എന്താ പറഞ്ഞത്? വേറൊന്നുമില്ല അല്ലെ? ദുഃഖം, മനസ്സിന് ദുഃഖമാണെങ്കിൽ അശാന്തസ്യ കുതസുഖം എന്നാണ്. ശാന്തി ഇല്ലാത്തവർക്ക് എവിടെയാണ് സുഖം കിട്ടുന്നത്? ഈ ലോകം മുഴുവനും ശോകഹതമാണ്. ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞത് ഇവിടെ ഓർമ്മിക്കുക. എന്താണ്? നളിനി ദളഗത ജലമതി തരളം തദ്വജീവിതം അതിശയ ചബലം വിദ്ധി വ്യാധ്യഭിമാനഗ്രസ്തം ലോകം ശോകഹതം ജ സമസ്തം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഈ ലോകം മുഴുവനും അങ്ങനെയാണ്. താമര ഇലയുടെ വെള്ളത്തിന്റെ മുകളില്, ആ പരന്നു കിടക്കുന്ന താമര ഇലയുടെ മുകളിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചാൽ അത് ഒരനക്കത്തിൽ ഇല്ലാതാകുന്നത് പോലെ നമ്മുടെ ജീവിതം അതിശയ ചപലമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് നാരദ മഹർഷി കലിയുഗ വർണ്ണനയിലൂടെ. അടുത്ത പാഠത്തിലൂടെ നമുക്കിത് കൂടുതൽ മനസ്സിലാക്കാൻ ഇടവരട്ടെ. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ. നമസ്കാരം.